ഭരണഘടനാ ലംഘനം തെളിഞ്ഞാൽ SIR തടയുമെന്ന് സുപ്രീംകോടതി. സംസ്ഥാനങ്ങൾ നൽകിയ ഹർജികളിൽ വാദം കേൾക്കും. ബീഹാറിൽ നിയമലംഘനങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുമെന്നും ഹർജിക്കാരോട് കോടതി നിർദ്ദേശിച്ചു. എത്ര പേർ ഒഴിവായി എന്നുള്ളതിന്റെ പൂർണ്ണ പട്ടിക വന്നതിന് ശേഷം ഒക്ടോബർ 7-ന് ബീഹാർ SIRലെ ഹർജികൾ പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു. സജു തോമസ് ചേരുന്നുണ്ട്. സജു, ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് തിരിച്ചടിയാണോ? എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? SIR അതന്നെ പ്രധാനമായിട്ടും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം അത് ബീഹാറിൽ നടപ്പാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിനിടയിലാണ് വിവിധ ഹർജികൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഒക്ടോബർ 1-ആണ്. ഒക്ടോബർ 1-ന് മുൻപ് തന്നെ ഇതിന്റെ വാദങ്ങൾ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശങ്ങൾ നൽകണമെന്നുള്ള കാര്യമാണ് ഹർജിക്കാർ അത്തരമൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. പക്ഷേ അത് അംഗീകരിക്കാനാവില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒക്ടോബർ 7-ാം തീയതിയിലേക്കാണ് ഈ കേസ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അന്ന് കൃത്യമായിട്ടുള്ള വാദം നടക്കുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അതായത് ഓരോ സംസ്ഥാനങ്ങളും SIRമായി ബന്ധപ്പെട്ട് ഹർജികൾ നൽകുകയാണെങ്കിൽ എങ്ങനെ വാദം കേൾക്കാതിരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹർജിക്കാരോട് സുപ്രീം കോടതി ചോദിച്ചത്. ഓരോ സംസ്ഥാനങ്ങളിലും ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ ഹർജികൾ സുപ്രീം കോടതിക്ക് മുൻപാകെ വരുന്നുണ്ട്. അതൊക്കെ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ഹർജിക്കാർ ഉയർത്തത്. പക്ഷേ അത് ഓരോ സംസ്ഥാനങ്ങളുടെയും താൽപര്യാർത്ഥമാണ് പരിഹരിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ 1-ാം തീയതിയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്നത്. അതിനുശേഷമായിരിക്കും സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക ചില തീരുമാനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാവുക. ഇതിലെന്തെങ്കിലും തീരുമാനങ്ങൾ അതായത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് റദ്ദു ചെയ്യാൻ കോടതി മടിക്കില്ല എന്നുള്ളതും ഹർജിക്കാരെ ഇപ്പോൾ സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ മാത്രമല്ല രാജ്യമെമ്പാടും നടപ്പാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ ഹർജികളായി സുപ്രീം കോടതി നൽകുകയാണെങ്കിൽ അത് പരിഗണിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി സജു.